പാലക്കാട്ടിൽ നിന്ന് ജോലിയാണ് സംസാരിക്കുന്നത്. ഞങ്ങൾക്ക് സംസാരിക്കാൻ 2 ദിവസമായിട്ട് ഞാൻ ഇത് തന്നെ ശ്രദ്ധിക്കുവാണ്. ഇന്നും ആഫ്റ്റർനൂണിലെ ആ സാറിന്റെ ഇത് കണ്ടായിരുന്നു. അവനൊരിക്കലും നമുക്ക് കേരളത്തിൽ ഒരു ചീഫ് മിനിസ്റ്റർ ആകരുത്. കാരണം ആരെങ്കിലും അവൻ പിണറായി ആയിരിക്കും ഭരിക്കുന്നത്. പിണറായി ഭരിക്കും. കാരണം അവൻ പിണറായിക്ക് വേണ്ടിയാണ് പിണറായിയായി രാഹുലിനെ മാറ്റിച്ചതും. പിണറായിക്ക് വേണ്ടിയാണ് സതീശൻ രാഹുലിനെ മാറ്റിയത്. ഇത്രയും ഗഡുപടി ഇത്ര നാണക്കേട് കോൺഗ്രസിന് വന്നേ, അല്ലെങ്കിൽ 140 സീറ്റും കിട്ടിപ്പോയതിനായിരുന്നു. ഇവൻ ഇത്ര നാണം കെടുത്തി ഇത്രയും സകല ഇപ്പൊ ഈ ചീഫ് മിനിസ്റ്ററുടെ കാര്യം ഇവൻ ഉണ്ടാക്കിയതാ. എല്ലാവരുമായിട്ട് ഇവന്റെ മറ്റുള്ള കൂടുതലും കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇവൻ വരണമെന്നുള്ള ആഗ്രഹം. കാരണം കമ്മ്യൂണിസ്റ്റുകാരുടെ ഭരണം നടക്കണം അവിടെ. വേറെ ആരെങ്കിലും ആണെങ്കിൽ വേണുഗോപാലനോ അല്ലെങ്കിൽ മറ്റേ ഇയാളോ ആരെങ്കിലും ആണെങ്കിൽ അങ്ങനെ നടത്താൻ പറ്റത്തില്ല. അവരുടെ കയ്യിലോട്ട് കൊടുക്കാൻ തന്നെയാണ് ഇവൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും അവന് ഈ ചീഫ് മിനിസ്റ്ററിന്റെ സ്ഥാനം കൊടുക്കരുത്. അതിനായി എല്ലാവരും അവൻ റിയാക്ട് ചെയ്യണം. കാരണം ഇവൻ കോൺഗ്രസിനെ നശിപ്പിക്കാനായിട്ട് 2016 കാര്യങ്ങൾ തൊട്ട് നമുക്കറിയാവുന്ന കാര്യമാണ്. കോൺഗ്രസിനെ നശിപ്പിക്കാനായിട്ട് ഉമ്മൻചാണ്ടിയുടെ സമയത്ത് അവൻ എന്തെല്ലാം കെണിയൊരുക്കെന്നറിയാമോ? അതുപോലെ ഇതും അവൻ അഥവാ ചീഫ് മിനിസ്റ്റർ ആക്കിയാൽ ഇവൻ പകുതി ആകുമ്പോഴത്തേക്ക് മന്ത്രിസഭ താഴെ ഇട്ടിട്ട് ഇലക്ഷൻ വെച്ചിട്ട് കമ്മ്യൂണിസ്റ്റ് വരാൻ വരുന്നു. കാരണം മനുഷ്യർക്ക് ദേഷ്യം വരും. കാരണം നമ്മൾ ഭരണം കൊടുത്തിട്ട് പോലും ഈ കോൺഗ്രസ്സുകാർക്ക് ഭരിക്കാൻ അറിയത്തില്ല. അവർ തല്ലുപടിയാന്ന് പറഞ്ഞുകൊണ്ട് കമ്മ്യൂണിസ്റ്റിനെ ഇലക്ട് ചെയ്യും. അതുകൊണ്ട് ഒരിക്കലും ഇവന് കൊടുക്കരുത്. അത് പ്രത്യേകമായിട്ട് എല്ലാവരും മനുഷ്യരും കോൺഗ്രസ്സുകാരായിട്ടുള്ളവർ വോട്ട് ചെയ്തവരെ ഒരിക്കലും സമ്മതിക്കരുത് ഇവൻ വരാനായിട്ട്. കാരണം ഇവൻ പിണറായിയുടെ വലത്ത് കയ്യാണ്. കാരണം നമ്മൾ കാണുന്നില്ല. നമ്മൾ 6 മാസമായിട്ട് ആ കൊച്ചനെ ഇത്രയും താങ്ങി തരിപ്പണമാക്കി. ഇപ്പൊ ഈ കോൺഗ്രസ് വരാനുള്ള കാര്യം അവൻ ഭയങ്കരമായിട്ട് കോൺഗ്രസിന് വേണ്ടി സപ്പോർട്ട് ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയയിലായിരുന്നു രാഹുൽ. അതുകൊണ്ടൊക്കെ ആ മനുഷ്യർ ഓരോന്നും അവന്റെ കേൾക്കാനായിട്ട് ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. കാരണം അവൻ ഒരു മുൻമുടുക്കനായവനെ ഇവൻ ഇല്ലാതാക്കി കളഞ്ഞു. അന്നേരം ഇവനെ ഒരിക്കലും ഇല്ലാതാക്കണം. ഇവനെ ഇല്ലാതാക്കിയെങ്കിൽ മാത്രമേ ഇവൻ ചീഫ് മിനിസ്റ്റർ പോസ്റ്റ് ഒരിക്കലും കിട്ടരുത്. എല്ലാ മനുഷ്യരും റിയാക്ട് ചെയ്യണം. ഇവനെ പോലെ കോൺഗ്രസിനെ നശിപ്പിച്ചവൻ വേറെ ഒരു മനുഷ്യരില്ല. നമ്മുടെ ശത്രുക്കൾ പോലും ഇങ്ങനെ ചെയ്യത്തില്ല. അതുപോലെ അവനെ കോൺഗ്രസിനെ നശിപ്പിച്ചു. ഉമ്മൻചാണ്ടിയെ എന്തോരം ഇതാക്കിയിട്ട് 2021 ഇവനെ കാലി വെച്ച് എല്ലാത്തിനും ഇവന് പാറ വെക്കുമായിരുന്നു കോൺഗ്രസിന്. അതുകൊണ്ട് എല്ലാവർക്കും അതിന് വലിയ ഈ ന്യൂസ് ഇന്ന് ഞാൻ കേട്ടപ്പോഴും മനസ്സിൽ ഭയങ്കര വിഷമമായിരുന്നു. ഇവനെ ആര് ചീഫ് മിനിസ്റ്റർ ആക്കി? ഇവനെ ആക്കാനൊക്കെ ഒരിക്കലും ആക്കരുത്. ഇവനെ ആക്കിയാൽ നശിച്ചു, കോൺഗ്രസ് നശിച്ചു. ഇനി കോൺഗ്രസ് ഒരു കാലത്തും പിന്നെ വരത്തില്ല. 91% ഇവൻ ഭരിക്കാനല്ല, അവൻ സകല ഭരണവും കമ്മ്യൂണിസ്റ്റുകാരുടെ കൈ കൊടുക്കും. കാരണം ഇവനെ സതീശൻ ചതിയനാ. അവൻ ഒരു ചതിയൻ തന്നെയാ. അതുപോലെ ഇവനെ പറവൂരിൽ റിസൈൻ ചെയ്യുമെന്ന് പറഞ്ഞു. ചെയ്യട്ടെ, ഇവൻ എന്തോ വേണേലും ചെയ്യട്ടെ. ചെയ്താൽ ആർക്കെങ്കിലും ഗുണമേ ആകത്തുള്ളൂ. ഇവൻ എത്ര പേരെയായി ഇന്ന് ഞാൻ ആഫ്റ്റർനൂണിലെ ആ ന്യൂസ് കണ്ടപ്പോൾ ഇവൻ വെട്ടി താഴെ ഇട്ടത് എത്ര നല്ല കോൺഗ്രസ്സുകാരെയാ. അവരൊക്കെ ഉണ്ടായിരുന്ന ഇപ്പൊ എന്തോരം നല്ലതായിരുന്നു. അവരെല്ലാം വെട്ടി താഴെ ഇട്ട് ഇവൻ മുമ്പോട്ട് കയറി വരിക. കാരണം ഇവന്റെ ഓരോ കാര്യങ്ങളും ഇവനെ ഇന്ന് രാഹുൽ ഗാന്ധി ഇൻസൾട്ട് ചെയ്ത ആ സമയത്ത്, എന്നിട്ട് പോലും ഇവനൊരു നാണമില്ല. എന്നിട്ട് പോലും ഇവൻ കേട്ടേച്ച് ഇവന് പൈസ ഉണ്ടല്ലോ. കാരണം പിണറായിയോട് മേടിച്ച പൈസയാ മൊത്തം. പിണറായി എല്ലാത്തിനും ഈ കേരളം മുടിക്കാനുള്ള ഒറ്റ കാരണം സതീശന്റെ കാരണം കൊണ്ടാണ്. സതീശൻ ഒന്നിനും റിയാക്ട് ചെയ്യത്തില്ലായിരുന്നു. ഈ പിണറായിക്ക് സപ്പോർട്ട് ചെയ്യുമായിരുന്നു. കാരണം പിണറായിക്ക് സപ്പോർട്ട് ചെയ്യുക ഒന്നിനും ഈ കേരളത്തെ നശിപ്പിച്ച് കിബിയിലും സകലത്തിലും എവിടെല്ലാം ഉണ്ടോ അവിടെല്ലാം പൈസ വാരിയെടുത്തപ്പം ഒന്നും ഇവൻ അനങ്ങിയിട്ടില്ല. കാരണം ഇവനും അതിന്റെ പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അതുകൊണ്ട് ഒരിക്കലും ഇവനെ ചീഫ് മിനിസ്റ്റർ ആകാൻ സമ്മതിക്കരുത്. കേരളത്തിലെ ജനങ്ങൾ തന്നെ പിന്നെ ഇത് കോൺഗ്രസ്സുകാരും തിരിച്ചറിയണം. ഇതൊക്കെ നമ്മൾ മലയാളം സംസാരിക്കുന്നെങ്കിലും അതിനകത്ത് എത്രയോ പേരുണ്ട് അത് ഇത് ട്രാൻസ്ലേഷൻ ചെയ്ത് കൊടുക്കാനായിട്ട് കൊടുത്ത് ഇവനെ ഒരു കാലത്തും ആക്കരുത്. ഇവനെ മാറ്റി നിർത്തിക്കളയാണ്. ഇവൻ വനവാസത്തിന് പോവുകയാണ് ചെയ്യട്ടെ. കാരണം ഇവനെ ഇത്രയും കേരള കോൺഗ്രസിനെ നശിപ്പിച്ചവനെ ഒരിക്കലും ഒരു വലിയ സ്ഥാനത്താക്കരുത്.
അതിനുവേണ്ടി എല്ലാവരും ഇത് ഈ ന്യൂസുകളൊക്കെ കേൾക്കുമ്പോഴൊക്കെ ഞങ്ങൾക്കും വലിയ വിഷമമാണ്. കാരണം ഇവനെ എല്ലാം ഏഷ്യനെറ്റ് തൊട്ട് മിക്ക ന്യൂസുകാരും ഇവനെ പുകഴ്ത്തി പറയുക. കാരണം ഇവൻ വാരിക്ക് ഒരു പൈസ ഒരുപാട് കൊടുത്തു എല്ലാവർക്കും. കാരണം ഇവൻ്റെ സൈഡ് പറയാൻ വേണ്ടി ഇവനെ അങ്ങനെ ഒത്തിരി പേരെ വാർത്തെടുത്തു. അതുകൊണ്ടാണ് ഇപ്പോൾ അവൻ്റെ ഫ്ലക്സ് അവിടെ ഇവിടെ ഫ്ലക്സ് എന്ന് പറയുന്നത് ഇന്ന് രാവിലത്തെ ന്യൂസിനകത്ത് ചീഫ് മിനിസ്റ്റർ ആകുന്നുണ്ട്. അവനെ അതുകൊണ്ട് ഒട്ടും ആക്കരുത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് മാത്രമേ സംസാരിക്കാനുള്ളൂ സാറേ. ഇവനെ ഒരു കാലത്തും ചീഫ് മിനിസ്റ്റർ പോസ്റ്റിന് കേരളത്തിൽ കൊണ്ടുപോകരുത്. പിന്നെ പോയി കോൺഗ്രസ്. അതുപോലെ തന്നെ ലീഗ് കൊണ്ട് ഇവന് സപ്പോർട്ട് ചെയ്യത്തില്ല. ചുമ്മാ അതൊക്കെ ന്യൂസുകാരെ കൊണ്ട് പറയിപ്പിക്കുന്ന ഇവൻ ലീഗ് സപ്പോർട്ടാണെന്ന് പറയുന്നുണ്ട്. ലീഗ് ഒന്നും ഒരിക്കലും സപ്പോർട്ട്, നേരത്തെ ലീഗ് കേസി വേണുഗോപാലിനായിരുന്നു സപ്പോർട്ട്, അല്ലാതെ ഇവനല്ലായിരുന്നു. ഇപ്പൊ ഇവനെ ന്യൂസുകാരെ കൊണ്ടങ്ങ് പറയിപ്പിച്ചു വിടുക അവനെ സപ്പോർട്ടെന്നും പറഞ്ഞു. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.